ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ സ്വന്തം പൗരന്മാർക്ക് മുന്നിൽ വാതിലുകൾ തുറക്കാതെ പാകിസ്ഥാൻ. വാഗ അതിർത്തിയിലെ ചെക്ക് പോസ്റ്റ് അടച്ചതിനാൽ രാവിലെ മുതൽ നിരവധി പാക് പൗരന്മാരാണ് അട്ടാരിയിലും വാഗയിലുമായി കുടുങ്ങിക്കിടക്കുന്നത്. എങ്ങോട്ട് പോകുമെന്നറിയില്ല എന്നാണ് ഇവരുടെ പ്രതികരണം. हाँ चलिए आप आगे वही साइड सरवन जी साइड दे रहे हो हेलो पीछे हो यार हेलो ਕੀਤੀ ਜਾ ਰਹੀ ਉਹਨਾਂ ਕਹਿਣਾ ਕਿ ਮੈਨੂੰ ਇਧਰੋਂ यार बदल हो जाओ ਤੇ ਮੈਂ ਗੇਟ ਜਿਹੜਾ ਪਾਕਿस्तान ਦਾ अपने बच्चों के लिए जा रही हूँ, मैं पाकिस्तान के लिए नहीं जा रही हूँ। ये लोग सही जवाब नहीं दे रहे, सुबह से पागल बना रहे हैं। 6 बजे से मैं यहाँ आई हुई हूँ, कभी कह रहे हैं 10 बजे खुलेगा, कभी कह रहे हैं 12 बजे, कभी 1 बजे, कभी 3 बजे, कभी 2 बजे। मैं पागल हो गई हूँ। अब कह रहे हैं वापस जाएं, बॉर्डर नहीं खुलेगा, बंद है। बताएं सुबह 6 बजे से आए हैं, ये तो इन्हीं से पूछे ना क्यों बंद है। सुबह 6 बजे से आए हैं सर। आप जिनके जरिए हम आए थे ना, जिन्होंने हमें भेजा था, उन्होंने शायद किया यहाँ रब्ता, तो उन्होंने कहा शायद किया अगर नहीं गेट खुल रहा तो आप वापस आ सकते हैं। सुबह से भूखे प्यासे हैं, आपके खाना वाना किसके लिए, ये बूढ़े हैं, दवाई वगैरह की ज़रूरत है, इंजेक्शन लगते हैं, हमें इंसुलिन लगता है, उसके लिए हमें वापस जाना पड़ रहा है। പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷവും പാക് സേനയും ഭീകരരും തുടരുന്ന പ്രകോപനത്തിൽ ഇന്ത്യ നിലപാട് കടുപ്പിക്കുകയാണ്. പാകിസ്ഥാനുമായുള്ള കപ്പൽ ഗതാഗതവും പോസ്റ്റൽ സർവീസും നിർത്തിവെക്കാനാണ് നീക്കം. ഗുജറാത്ത് തീരത്ത് അറബിക്കടലിൽ ഇന്ത്യ പാക് നാവികസേനകൾ മുഖാമുഖം നിലയുറപ്പിക്കുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു. ഇന്ത്യൻ തിരിച്ചടി ഭയന്ന് ലാഹോറിലും ഇസ്ലാമാബാദിലും വിമാന സർവീസിന് പാകിസ്ഥാൻ വിലക്കേർപ്പെടുത്തി. ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ബൽറാം, ഈ വാഗ അതിർത്തിയിലെ കാഴ്ചകൾ അത് ഓരോ മണിക്കൂർ ചെല്ലുന്തോറും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് എന്ന് വ്യക്തമാക്കുന്നതാണല്ലോ. കാരണം സ്വന്തം പൗരന്മാരെ പാകിസ്ഥാൻ സ്വീകരിക്കുന്നില്ല, അവർക്ക് മുന്നിൽ വാതിലുകൾ അടയ്ക്കുകയാണ്. അവരെവിടേക്ക് പോകണമെന്ന് അവിടെ നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നു. അവർക്ക് തിരികെ വരാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എന്താണ് അതിൽ പാകിസ്ഥാന്റെ നിലപാട്? അവർക്ക് ആ രാജ്യത്തേക്ക് തിരികെ പോകാൻ അവരെ സ്വീകരിക്കില്ല, അവരെ അനുവദിക്കില്ല എന്നാണോ പാകിസ്ഥാൻ പറയുന്നത് ഇപ്പോൾ? വിജയകുമാർ, ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇത്തരത്തിൽ പാകിസ്ഥാനിലേക്ക് മടക്കി അയക്കപ്പെട്ട പാകിസ്ഥാൻ പൗരന്മാരാണ്. ഇവർക്ക് മുന്നിൽ വാതിലുകൾ തുറക്കാൻ പോലും പാകിസ്ഥാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ഔദ്യോഗിക തലത്തിൽ ഔപചാരികമായി ഇവർക്ക് മുന്നിൽ ഒരു വിശദീകരണം, എന്തുകൊണ്ട് തങ്ങളുടെ മുന്നിൽ വാതിലുകൾ അടയ്ക്കുന്നു എന്ന കാര്യം വിശദീകരിക്കാൻ പോലും സ്വന്തം രാജ്യം, അവരുടെ രാജ്യമായ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കാര്യത്തിൽ പലരും ഇന്ത്യയിലേക്ക് നേരത്തെ അധീന കശ്മീരിൽ നിന്നും മറ്റും ഇന്ത്യയിലേക്ക് കുടിയേറിയവർ ഉണ്ട്, വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ എത്തിയവർ ഉണ്ട്. ഒപ്പം തന്നെ ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിച്ച പാകിസ്ഥാൻ സ്വദേശികൾ ഉണ്ട്. ഇവരെല്ലാം പൗരത്വം ഇപ്പോഴും പാകിസ്ഥാൻ്റേത് തന്നെയായി തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇവരെ തിരികെ അയക്കുന്ന സാഹചര്യം ഉണ്ടായത്. പാകിസ്ഥാൻ കൃത്യമായ വിശദീകരണം നൽകുന്നില്ല, ഇവരെ യഥാർത്ഥത്തിൽ തിരികെ സ്വീകരിക്കുന്നോ ഇല്ല, മറിച്ച് ഇവർക്ക് യാതൊരു തരത്തിലുള്ള സംരക്ഷണമോ ഇവരുടെ ഭാവി എന്ത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണത്തിനോ തയ്യാറാകുന്നില്ല. തീർത്തും ആ വാതിലുകൾ അടച്ചു വെച്ചിരിക്കുന്നു അതിർത്തിയിലെ എന്നുള്ളതാണ്. ഇവർക്ക് മടങ്ങിപ്പോകാൻ നിശ്ചയിച്ചിരുന്ന സമയപരിധി അവസാനിച്ച ശേഷവും ഇവരെ തിരികെ സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവർ അത്തരത്തിൽ ഇവിടെ കുടുങ്ങിയവർ ഉയർത്തുന്ന ചോദ്യങ്ങളും അതുതന്നെയാണ്. എന്തുകൊണ്ട് തങ്ങളെ തിരികെ പ്രവേശിപ്പിക്കുന്നില്ല സ്വന്തം രാജ്യം എന്ന കാര്യം. ഇതിനാകട്ടെ യാതൊരു തരത്തിലുള്ള മറുപടി നൽകാനും പാകിസ്ഥാൻ തയ്യാറായിട്ടുമില്ല. വിജയകുമാർ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചകളുടെ സാധ്യതയുണ്ടോ ബൽറാം? ഇപ്പോൾ അത്തരമൊരു ചർച്ചയുടെ അന്തരീക്ഷമില്ല എങ്കിൽ പോലും ഇതൊരു മാനുഷിക പ്രശ്നമാണല്ലോ. ആ രാജ്യത്തുള്ളവരാണ്, അവർക്ക് അവിടേക്ക് തിരികെ പോകണം, അതിന് അവസരമൊരുക്കേണ്ടതാണല്ലോ. അതിലെന്തെങ്കിലും ഒരു ചർച്ചകൾക്ക് സാധ്യതയുണ്ടോ?
വിജയകുമാർ, ഇപ്പോൾ നേരിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ഇവരുടെ കാര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കുള്ള സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ഇല്ല. കാരണം അത്തരത്തിലുള്ള ചർച്ചയ്ക്കുള്ള സാധ്യത അത് പാകിസ്ഥാന്റെ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ അതൊന്നും തന്നെ അത്തരമൊരു ചർച്ചയ്ക്ക് സാധ്യത തുറന്നിടുന്നതല്ല. അതേസമയം ഇത്തരത്തിൽ അതിർത്തിയിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന പാകിസ്ഥാൻ വാതിലുകൾ അടച്ചതിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇവരിൽ നിരവധി പേർ വർഷങ്ങളായി ഇന്ത്യയിൽ താമസമാക്കിയവരുണ്ട്. തിരികെ വരാൻ അന്നത്തെ സർക്കാർ സ്വീകരിച്ചത് അനുസരിച്ച് പാക് അധീന കശ്മീരിൽ നിന്നും ഇന്ത്യയിൽ താമസിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ഇവിടെ എത്തി താമസിക്കുകയും ചെയ്ത ആളുകളുണ്ട്. അതിൽ ചിലർ ഇത്തരത്തിൽ ദേശീയ പുരസ്കാരങ്ങൾ പോലും സ്വീകരിച്ച വ്യക്തികളുണ്ട്. ഇവരുടെ കാര്യത്തിൽ എന്നാൽ ഇവരെ ഇന്ത്യയിൽ അവർ തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ തന്നെ നിലനിർത്തണമെന്ന ആവശ്യം ജമ്മു കശ്മീരിലെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കൾ അടക്കം ഉയർത്തിയിട്ടുണ്ട്. യൂസഫ് താരിഗാമി അടക്കമുള്ള നേതാക്കൾ ഇത്തരത്തിൽ നിലപാട് നേരത്തെ സ്വീകരിച്ചിരുന്നു. അന്നത്തെ സർക്കാർ ഇവരെ സ്വീകരിച്ചതാണ്. ഇവർ വർഷങ്ങളായി ഇന്ത്യയിൽ താമസിക്കുകയാണ്. നിലവിൽ പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരക്കാരെ ഇന്ത്യയിൽ തന്നെ തുടരാൻ അനുവദിക്കണം, നിർബന്ധിതമായി മടക്കി അയക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു ചില രാഷ്ട്രീയ നേതാക്കൾ, മനുഷ്യാവകാശ പ്രവർത്തകർ അടക്കമുള്ളവർ. ഈ ഒരു ചർച്ചകളിൽ തുടർന്ന് ഇനി ഇവർ ഇത്തരത്തിൽ പ്രതിസന്ധിയിൽ തുടരുന്ന ഘട്ടത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് നിർണായകമാകും. ഇവരുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്ന അവരുടെ സ്വന്തം രാജ്യം അവരെ മടക്കി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കെ മനുഷ്യത്വപരമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ മനുഷ്യത്വം മുൻനിർത്തി ഇക്കാര്യത്തിൽ ഒരു പുനർചിന്തനമോ ഇവർക്ക് ഇളവുകൾ നൽകാനോ ഇന്ത്യ തയ്യാറാകുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നടക്കുന്ന ചർച്ചകളിലായിരിക്കും വ്യക്തമാവുക. വിജയകുമാർ.